ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മ കന്യകയുടെ മടിയിൽ മയങ്ങുന്ന പൊന്നുണ്ണീശോയെ, അങ്ങൻ്റെ ഹൃദയത്തിലും വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ മേഖലകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണിമിശിഹ ജനിക്കുന്ന ഒരനുഭവം നൽകണമേ. കൈവിട്ടുപോയ ഉണ്ണീശോയെ തിരിച്ചെടുക്കാൻ പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേ പിതാവും പരിശ്രമിച്ചതുപോലെ ഈ ഒരു വചനധ്യാനത്തിലൂടെ ഞങ്ങളിൽ നിന്നും അകന്നുപോയ ഈശോയെ സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2, 41 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചാരകരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷകന്റെ ഒരു കഥ, അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു കഥ ഇപ്രകാരമാണ്. അപ്പച്ചൻ്റെ കൈപിടിച്ച് ഒരു നല്ല ഉത്സവത്തിരുന്നാൾ കാണാൻ പോകുന്ന ഒരു കുഞ്ഞിനെ പോലെ ജീവിതം എന്ന ഒരു കഥ വായിച്ചത് ഓർക്കാം. അപ്പച്ചൻ്റെ കൂടെ സന്തോഷത്തോടു കൂടെയാണ് ഈ മകൻ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങൾ കാണുന്നതിനായിട്ട് പോകുന്ന വഴിയിലൊക്കെ അപ്പച്ചൻ്റെ കൈ പിടിച്ച് ഇവൻ പോകുന്ന വഴിയിലെ മുഴുവൻ കാഴ്ചകൾ ഈ മകന് ഏറ്റവും സന്തോഷത്തിൻ്റെയും ഏറ്റവും ആനന്ദത്തിൻ്റെയും ഒക്കെ കാരണമായിട്ട് തീരുന്നുണ്ട്. പക്ഷേ പോകുന്ന വഴിയിൽ ഈ തിരക്കുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ മകന് ഈ അപ്പച്ചൻ്റെ കൈവിരൽ പതുക്കെ നഷ്ടപ്പെടുക. അപ്പച്ചൻ്റെ കൈവിരൽ നഷ്ടപ്പെട്ടത് ഈ മകൻ അറിഞ്ഞില്ല. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ ഇവൻ തിരിച്ചറിയാണ്, അപ്പച്ചൻ്റെ കൈവിരൽ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന്. നഷ്ടപ്പെട്ട ഉടനെ തന്നെ ഇവൻ അത്ര നേരം ആഘോഷിച്ചതിൻ്റെ മുഴുവൻ വേദനയോടുകൂടെ പിന്നീട് വ്യാപരിക്കാൻ തുടങ്ങാം. പിന്നെ അവന് കാണുന്ന കാഴ്ചകൾക്കൊന്നും സൗന്ദര്യം കണ്ടെത്താൻ അവന് പറ്റണില്ല. അവൻ്റെ ഉള്ളിൽ അവനറിയാത്ത ഒരു ഭയപ്പാടിൻ്റെ മേഖല അവനെ കീഴടക്കുക. അവനിങ്ങനെ അലയുന്നത് എൻ്റെ അപ്പച്ചൻ എവിടെയാ എന്ന് പറഞ്ഞ് അവനിങ്ങനെ സങ്കടത്തോടെ കടന്നു പോകുന്നതിനെ കുറിച്ചൊരു കഥ ബില്ലി ഗ്രഹാം പങ്കുവയ്ക്കുന്നത് ഓർക്കാം. എന്നിട്ട് അദ്ദേഹം, ഈ സുവിശേഷ പ്രഘോഷകനായ ബില്ലി ഗ്രഹാം, ഇങ്ങനെ പങ്കുവയ്ക്കുന്നതിൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യകുലം ഇതുപോലെ ദൈവത്തിൻ്റെ വിരൽത്തുമ്പുകൾ നഷ്ടപ്പെട്ട ആ കുട്ടിയുടെ അവസ്ഥയാണ്, അപ്പച്ചൻ്റെ കൈവിരൽ നഷ്ടപ്പെട്ട ആ മകൻ്റെ അനുഭവമാണ് ഇന്നുള്ള മനുഷ്യരുടെ എന്ന് ആ കഥയിലൂടെ ഇദ്ദേഹം ഇങ്ങനെ പങ്കുവയ്ക്കുക. ഈ ഒരു വചനധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ കൈവിരലുകൾ ദൈവത്തിൻ്റെ കൈവിരലുകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇത് സുവിശേഷം അതിനൊരു നല്ല ഒരു സാക്ഷ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേ പിതാവും ദൈവ പൈതലിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് നടന്നിരുന്നവരാണ്. ദൈവപിതാവിൻ്റെ മകനായ ഈശോ, ബാലനായ ഈശോയുടെ കൈവിരൽ തുമ്പ് പിടിച്ചാണ് പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേ പിതാവും നടന്ന് ജെറുസലേമിലേക്ക് പോയിരുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ ഔസേ പിതാവിനും അമ്മ മേരിക്കും മനസ്സിലൊക്കെ അത്രയും സന്തോഷമാണ്. പക്ഷെ തിരിച്ചു വരുന്ന വഴിയിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഈ മകൻ്റെ വിരൽത്തുമ്പുകൾ പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ യൗസേ പിതാവിനും നഷ്ടപ്പെടുക. അതോടുകൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയുടെ തിരനാളങ്ങൾ കത്തിത്തുടങ്ങുന്നു എന്ന് പറയുകയാണ് ലൂക്കാ സുവിശേഷകൻ. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വലിയൊരു സാധ്യതയാണ്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ ദൈവം നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു അനുഭവത്തിൻ്റെ ശൂന്യതയുടെ ഒരു അനുഭവം. സ്നേഹമുള്ളവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ഒരു ക്രിസ്മസ് കാലവും അതിന് ശേഷമുള്ള ദിവസങ്ങളിലൂടെയൊക്കെ നെഞ്ചൊന്ന് പതുക്കെ നെഞ്ചിൻ്റെ അകത്തേക്ക് നമ്മുടെ കൈയൊന്ന് വെച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്.
നമ്മുടെ കൈകളെടുത്ത് പതുക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയാ? എൻ്റെ നെഞ്ചകത്ത് എൻ്റെ മിശിഹ മയങ്ങുന്നുണ്ടോ? ഉണ്ണീശോയുടെ പാൽപുഞ്ചിരിയും ഉണ്ണീശോയുടെ കരലാളനങ്ങളും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ നെഞ്ചോട് വെച്ച് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം യെസ് എന്നാണോ എന്ന് ചോദിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ പേടി എന്നുള്ളത് ഞാനിങ്ങനെ നെഞ്ചിൽ കൈവയ്ക്കുമ്പോൾ എൻ്റെ ഉണ്ണിവാവയുടെ എൻ്റെ ഉണ്ണീശോയുടെ കരവും ഉണ്ണീശോയുടെ പാൽപുഞ്ചിരിയും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാ. കാരണം എങ്ങനെയൊക്കെയോ ജീവിത വഴികളിൽ നിന്ന് അവൻ എന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവനെ നഷ്ടപ്പെടുത്തിയതിൻ്റെ അനുഭവമുണ്ട്. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന ഈശോ, ഓരോ ചെറിയ ചെറിയ സുഹൃതങ്ങളിലൂടെയും എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഈശോയെ എങ്ങനെയൊക്കെയോ ഞാനിങ്ങനെ തട്ടിക്കളയുന്ന രീതിയിൽ, അതല്ലെങ്കിൽ അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അനുഭവത്തിൻ്റെ വക്കിലാണ് സ്നേഹമുള്ളവരെ ഒരുപക്ഷെ ഞാനും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും. അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണ് ആ അമരത്ത് ഉറങ്ങുന്ന ഈശോ. ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ അത്രയും സന്തോഷത്തോടുകൂടിയിട്ട് ഈശോയുടെ കരം പിടിച്ച് നടക്കണ ഒരു അനുഭവമായിരുന്നു കടൽ തീരയിലൂടെ അവരിങ്ങനെ പോകുമ്പോൾ. അതുകൊണ്ട് അവർക്ക് മുഴുവൻ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, തിമിർപ്പിൻ്റെ സമയമായിരുന്നു. എത്ര വലിയ കടലിലൂടെ പോകുമ്പോഴും അവരിങ്ങനെ പാട്ടുപാടി സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയതാ. കാരണം എന്താ? ഈ ശിഷ്യന്മാർക്ക് ഉറപ്പുണ്ട് ഈശോയുടെ കരസ്പർശം ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത്. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ ഈ വിരൽത്തുമ്പുകൾ, ഈശോയുടെ വിരൽത്തുമ്പുകൾ ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ട ഉടനെ സംഭവിക്കണേ എന്താ? പിന്നെ കാറ്റും കൊടുങ്കാറ്റും ഇവരുടെ ഹൃദയത്തെ പതുക്കെ ഉലച്ചോടുങ്ങുക. വഞ്ചി ഉലയണത് പോലെ ഇവരുടെ ഹൃദയവാതിലുകൾ ഇങ്ങനെ അടഞ്ഞും തുറന്നും ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സങ്കടത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവാം. അപ്പോൾ അവരിങ്ങനെ തിരിച്ചറിയണ കാര്യം ഇങ്ങനെയാ: ക്രിസ്തു അവരുടെ കൈവിരൽ തുമ്പുകൾ വിട്ടിട്ടുണ്ട്. ക്രിസ്തു മയങ്ങാണ്, മറ്റൊരു അമരത്തിരുന്ന് ക്രിസ്തു ഉറങ്ങുക എന്നൊരു കാര്യം അവരിങ്ങനെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം. ഈ ഒരു വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ എനിക്ക് സത്യമായിട്ട് കൈവിട്ടു പോയിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കാൻ പറ്റൂ. ഇപ്പോഴും നമ്മുടെ വിചാരം ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെയാ. ആ സാംസന്റെ ജീവിത വഴികളിലൂടെയൊക്കെ ഉണ്ടായിരുന്നത് പോലെ സാംസൺ ഇങ്ങനെ ഓരോ യുദ്ധം ജയിക്കുമ്പോഴും വിചാരിച്ചു ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. എല്ലാവരും പിടിച്ചു കിട്ടുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്താ, എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് വിചാരിച്ച് നടക്കുക. പക്ഷേ ദൈവം പടിയിറങ്ങിപ്പോയത് സാംസൺ അറിഞ്ഞില്ല എന്ന് തിരുവചനം പറയാ. പിന്നെ സംഭവിക്കണത് എന്താ? ദുരന്ത. അവൻ തിരിച്ചറിഞ്ഞില്ല. ദൈവാത്മാവ് അവനെ വിട്ടുപോയ കാര്യം അവൻ തിരിച്ചറിഞ്ഞില്ല എന്നാ പറയണേ. പിന്നെ സംഭവിക്കണതോ, ഇവനെങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടുമ്പോൾ ഫിലിസ്തീനും മറ്റ് ആ സൈന്യ വിഭാഗത്തിലുള്ളവരൊക്കെ ഇവനെ കെട്ടി നിർത്തുന്ന സമയത്ത് ഇവൻ ചിന്തിക്കുകയാണ്, എൻ്റെ കൂടെ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവം മയങ്ങുണ്ട്, കുഴപ്പമില്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ട് എന്നൊക്കെ ചിന്തിച്ച് നിന്ന മനുഷ്യനാണ്. പക്ഷെ വിട്ടുപോയത് ഇവൻ അറിഞ്ഞില്ല. അതുകൊണ്ട് സംഭവിക്കണ എന്താ? ഈ യുദ്ധത്തിൽ തോൽക്കണമെന്നുമല്ല, ജീവിതത്തിൽ ഇവൻ പടിയിറങ്ങിപ്പോവാ. പിന്നെ ഈ ഒരു വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഈശോ ഉണ്ടാ? എൻ്റെ കൂടെ, എൻ്റെ വഴികളിൽ എനിക്ക് വഴികാട്ടിയായിട്ട് എൻ്റെ കർത്താവുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതില്ലെങ്കിൽ ഈ പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും ഈശോയെ കണ്ടെത്തിയതുപോലെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം നമ്മൾ തുടങ്ങണം. കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഒന്നും നിങ്ങൾ വിലവെക്കേണ്ട, അടുത്ത പ്രോഗ്രാം നിങ്ങൾക്ക് കാണാം. പക്ഷേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ അവനെ കണ്ടെത്താം, അത് മാത്രമാണ് നമ്മൾ ഇനി കുറച്ച് സമയം കൊണ്ട് ധ്യാനിക്കാൻ ആഗ്രഹിക്കണേ. എൻ്റെ ഈശോയെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടെത്തുന്നതിൻ്റെ ചില സാധ്യതകളാണ് ഇന്നത്തെ ഈ ബാലനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും നമ്മളോട് പറയണം. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഈശോയെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നാണ് ഈ സുവിശേഷകനായ ലൂക്ക പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും ഈ സംഭവത്തിലൂടെ നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ ഈശോയെ ഇവർ കണ്ടെത്തിയത്? അത് ആദ്യം കണ്ടെത്താനുള്ള ഒരു സാധ്യതയായിട്ട് പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും ചെയ്തത് വിശ്വാസത്തോടുകൂടെ തിരിച്ചു നടന്നു എന്നാണ് പറയുന്നത്. വിശ്വാസത്തോടുകൂടെ എവിടെ നിന്നാണോ നഷ്ടപ്പെട്ടത് എന്നൊരു ഓർമ്മയോട് കൂടിയിട്ട് അവർ തിരിച്ചു നടന്നു. വിശ്വാസത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ അവർ തിരിച്ചു നടന്നു എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സങ്കടം എന്നുള്ളത് വിശ്വാസമുണ്ട്, പക്ഷേ ഒന്ന് തിരിച്ചു നടക്കാനായിട്ട് പറ്റണില്ല എന്നുള്ളതാണ്. വിശ്വാസത്തോടെ തിരിഞ്ഞിരിഞ്ഞ് നോക്കാനായിട്ട് നമുക്ക് പറ്റണില്ല. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയാൻ
ഇത്ര നാൾ എനിക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓർത്ത് ഒന്ന് തിരിച്ചു നടക്കാനായിട്ട് എനിക്ക് പറ്റണില്ല എന്നുള്ളതാണ് സങ്കടം. അങ്ങനെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിശ്വാസത്തോടുകൂടെ തിരിച്ചു നടന്ന ഒരു മനുഷ്യനെ ഞാനിങ്ങനെ ഓർക്കുക. അതെൻ്റെ മുമ്പത്തെ ഇടവകയിലുണ്ടായിരുന്ന ജെയ്സൺ എന്ന് പറയുന്ന ഒരു അപ്പച്ചനാണ്. ജെയ്സൺ ചേട്ടൻ ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ കേൾക്കണ വാർത്ത എന്താണെന്നറിയോ? തൻ്റെ മകൻ കുളിക്കാൻ പോയെടുത്ത് വെച്ച് ആ വെള്ളത്തിൻ്റെ ചുഴിയിൽ പെട്ട് മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേൾക്കുക. ചങ്ക് പൊളിയണ ഒരു അപ്പച്ചൻ കേൾക്കുന്ന ഏറ്റവും സങ്കടമുള്ള ഒരു വാർത്ത കേട്ടിട്ട് ഈ അപ്പച്ചൻ ഇങ്ങനെ ഓടിപ്പോവാ മോൻ്റെ മൃതശരീരം കാണാനായിട്ട്. മോൻ്റെ മൃതശരീരം ഇങ്ങനെ വിറങ്ങലിച്ച് വെള്ളം കുടിച്ച് ആ വെള്ളത്തിൽ വീണ് കിടക്കണം മോൻ്റെ മൃതശരീരം ഈ അപ്പച്ചനായ ജെയ്സൺ ചേട്ടൻ ഇങ്ങനെ മടിയിൽ കിടത്തുക. മടിയിൽ കിടത്തുന്ന സമയത്ത് കണ്ടു നിൽക്കുന്നവരിങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കണ്ണീരോട് കൂടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ആ മോനെ ഇങ്ങനെ മടിയിൽ എടുത്തിട്ട് പറയാ, വിശ്വാസത്തോടുകൂടെ ഞാൻ എൻ്റെ ഈശോയിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇത്രയും വർഷം എൻ്റെ മോൻ എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് തന്നില്ലേ, ഇത്ര നാൾ എനിക്ക് എൻ്റെ മോനെ തന്നില്ലേ, അത് മതി എനിക്ക് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് ഈ മോൻ്റെ മൃതശരീരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറയാ, ഇത് മതി എനിക്ക്, ഇത്രയും വർഷം കാണാൻ എൻ്റെ മോനെ എനിക്ക് ദൈവം അനുവദിച്ചില്ലേ, ഈ ഒരു വിശ്വാസം എനിക്ക് മതി, ഈ ഒരു വിശ്വാസത്തിൻ്റെ നിറവോട് കൂടിയിട്ട് ഞാൻ ഇനിയും തിരിച്ച് നടക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് പോവാ. മാസങ്ങൾ കഴിഞ്ഞ് ഈ അപ്പച്ചനെ പോയിട്ട് ഞാനൊക്കെ ഇങ്ങനെ കാണാൻ പോണ സമയത്ത് വിചാരിക്കണത് ഈ മനുഷ്യനിങ്ങനെ അങ്ങനെ കരഞ്ഞ് നിരാശയിലേക്ക് പോകുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് പറയാ, അച്ഛ സാരില്ല, അച്ഛ സാരില്ല, ഞാൻ തിരിച്ചു നടക്കുക, വിശ്വാസത്തിൻ്റെ ഒരു കാലത്തിലേക്ക് ഞാൻ ഇനിയും എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ മകനെ തന്ന എൻ്റെ കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് എനിക്ക് വീണ്ടും തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സ്നേഹമുള്ളവരെ എങ്ങനെ കാണാം. ഈ ഒരു ലോത്തിൻ്റെ ഭാര്യയുടെ അവളെങ്ങനെ ഉപ്പുതൂണായത് എന്ന് നോക്കുമ്പോൾ അവൾ പിന്തിരിഞ്ഞ് നോക്കിയതിൻ്റെ പേരിൽ ഉപ്പുതൂണായി എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇപ്പോഴും മനസ്സനുവദിക്കണില്ല. അതൊരു പക്ഷെ ഒരു അല്പം കുസൃതിയാണെങ്കിൽ പോലും തോന്നണത് വിശ്വാസത്തോട് കൂടിയിട്ട് അവൾ പിന്തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉപ്പുതൂണാവില്ല എന്നുള്ളതാണ്. ഇത് അത്ര തന്നെ ബിബ്ലിക്കലല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യം, ഈശോയ്ക്ക് ഇങ്ങനെ അത്ര പെട്ടെന്ന് ഒരു സ്ത്രീയെ ഉപ്പുതൂണാക്കാനുള്ള കഠിന ഹൃദയനല്ല ഈശോ. പിതാവായ ദൈവം അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഉപ്പുതൂണായത്? വിശ്വാസമില്ലാതെ അവൾ പിന്തിരിഞ്ഞതിൻ്റെ പേരിലാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നഗരത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാണുന്ന ലോത്തിൻ്റെ ഭാര്യയ്ക്കും കർത്താവിൻ്റെ കരുണയുടെ സ്പർശം സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവൾ ചെയ്യണത് എങ്ങനെയാ? വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം ഇല്ലാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കൈവിട്ടു പോയത് പലതും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ പതുക്കെ പതുക്കെ തിരിച്ച് നടക്കാനുള്ള ഒരു അനുഭവം ഉണ്ടാവണം. നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളൊക്കെ സ്നേഹമുള്ളവർ അത് എന്നേക്കുമായിട്ട് പോയിട്ടില്ല. ഈ ദിവസങ്ങളിൽ ഒരു മകൻ ഇങ്ങനെ പറയായിരുന്നു, അച്ഛാ എനിക്കിങ്ങനെ എൻ്റെ സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിൻ്റെ വലിയൊരു വേദനയുണ്ടായിരുന്നു, ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ തിരുവചനത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഈ ബാലനായ ഈശോയെ പരിശുദ്ധ മറിയവും വിശുദ്ധ ഔസേപിതാവും അന്വേഷിച്ച് തിരിച്ചു നടന്നു എന്നൊരു ഭാഗം ഞാനിങ്ങനെ വായിക്കുക. അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് അറിയോ? എൻ്റെ സുഹൃത്തിൻ്റെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടു കൂടെ ഞാനിങ്ങനെ പതുക്കെ തിരിച്ചു നടക്കുക. എൻ്റെ ആദ്യത്തെ കാലത്തുണ്ടായിരുന്ന ആ ഒരു സൗഹൃദത്തിൻ്റെ ഊഷ്മളതയിലേക്ക് ഞാനിങ്ങനെ വിശ്വാസത്തോടെ കടന്നു പോകും. ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം മതി എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തുമെന്ന്. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ അത്രയും തിരക്കോട് കൂടിയിട്ട് ഒരു മിനിറ്റ് സമയം കളയില്ലാതെ നമ്മളിങ്ങനെ എങ്ങോട്ടായി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കണേ? വിശ്വാസം ഇല്ലാതെ, പ്രണയമില്ലാത്ത, സൗഹൃദം ഇല്ലാത്ത ഒരു വലിയൊരു ഓട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവർ, എനിക്ക് തോന്നുന്നില്ല ഈശോയെ കണ്ടെത്താൻ പറ്റുമെന്ന്. ഈശോയെ കണ്ടെത്തണമെങ്കിലോ അല്പനേരം ഒന്ന് പിന്തിരിയണം. പിന്തിരിഞ്ഞ് നോക്കിയിട്ട് എനിക്ക് എൻ്റെ ആ വിശ്വാസത്തിൻ്റെ നിറവിലേക്ക് എങ്ങനെ പതുക്കെ പ്രവേശിക്കാൻ പറ്റണം. പരിശുദ്ധ മറിയവും വിശുദ്ധ ഔസേപിതാവും വേണമെങ്കിൽ ആ പോയ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ അവർ ചെയ്യണ എന്താ? വിശ്വാസത്തോടുകൂടെ അവർ തിരിച്ചു പോവാ, വീണ്ടും ജെറുസലേമിലേക്ക് പോവാ. വേണമെങ്കിൽ പറയായിരുന്നു, അവിടെയൊക്കെ ഞങ്ങൾ നോക്കിയതാ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് പോവായിരുന്നു. പക്ഷെ മുന്നിലേക്കല്ല പോകുന്നത്. ഒരു പോകുന്നത് എങ്ങനെയാ? വീണ്ടും ഒരല്പം തിരിച്ചു പോവാ. സ്നേഹമുള്ളവർ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് ഈശോ ഇന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: നിനക്കൊന്നൊരല്പം വിശ്വാസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഈ ആദിമ ക്രൈസ്തവരുടെയൊക്കെ ലൈഫ് എന്താ? അവരോടന്ന് മതമർദ്ദനത്തിൻ്റെ മൂർധന്യതയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു, അന്നത്തെ രാജാക്കന്മാരും സൈന്യാധിപരും ഒക്കെ പറഞ്ഞു, നിങ്ങൾ വിശ്വാസം ഉപേക്ഷിച്ച് മുന്നിലേക്ക് വാ, വിശ്വാസം ഉപേക്ഷിച്ച് മുന്നിലേക്ക് വാ എന്ന് പറയുമ്പോൾ ഇവർ പറയണ വാചകം എന്താ? ഇല്ല, വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും, ഞങ്ങളുടെ യേശു ക്രിസ്തു ഞങ്ങൾക്ക് പകർന്നേകിയ പഴയ വിശ്വാസത്തിൻ്റെ ചരിത്രമുണ്ട്, അതിലൂടെ ഞങ്ങൾ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ നിൽക്കുക. അപ്പോൾ നമ്മൾ വായിക്കണത് എന്താ സ്നേഹമുള്ളവർ? ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാ:
ഈ പറയണ അന്നത്തെ ആദിമ ക്രൈസ്തവരുടെ മുൻപിലേക്ക് ഇങ്ങനെ ഈ തുണി കൊണ്ട് ഇവരിങ്ങനെ ചുറ്റി വരിക, ശരീരം മുഴുവൻ ഇങ്ങനെ ചുറ്റി വരിക. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, മുന്നോട്ടുള്ള വിശ്വാസം ഉപേക്ഷിച്ചോ? എല്ലാം ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കുക എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് അവർ പറയണ കാര്യം എന്താണെന്നറിയോ? ഇല്ല, വിശ്വാസത്തിൻ്റെ ഒരു വേരിലേക്ക് ഞങ്ങൾക്ക് പോകണം, വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ ചെയ്യണത് എന്താ? ഇവരുടെ ഈ ശരീരത്തിലേക്ക് മുഴുവൻ ഇങ്ങനെ തിളച്ച എണ്ണ പോലെ എണ്ണ ഒഴിക്കുക. എണ്ണയൊഴിച്ച് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ എണ്ണയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തീപ്പെട്ടി കൊണ്ടുവന്നിട്ട് പറയാം, ഇതിപ്പം കത്തിക്കും, വിശ്വാസത്തിൻ്റെ പഴമയിലേക്ക് ഇനി പോണ്ട, പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുക എന്ന് പറയുമ്പോൾ അവർ പറയണത് അല്ല, ഞങ്ങൾക്ക് വീണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പഴയ വിശ്വാസം മതി എന്ന് പറഞ്ഞിട്ട് അവരതിങ്ങനെ പിടിച്ച് കൊളുത്തി നിൽക്കുക. കത്തിക്കൊണ്ടിരിക്കുക. അവർ തെരുവ് വിളക്കുകളായിട്ട് അവരിങ്ങനെ ആ പാതിരാസൂര്യനെ പോലെ ഇവരുടെ ജീവിതം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയാ, ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട അനുഭവം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവർ മരണത്തിൻ്റെ ഈ ലോകത്തിലേക്ക് അവരിങ്ങനെ കടന്നു പോവാം. സ്നേഹമുള്ളവർ, ഈ വചനത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മളിങ്ങനെ അവസാനിപ്പിക്കുക. ഈശോയെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് കണ്ടെത്തണമെങ്കിൽ എനിക്ക് പതുക്കെ തിരിച്ചു പോകാൻ പറ്റണം. നഷ്ടപ്പെട്ടു പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അതെങ്ങനെയെങ്കിലും എനിക്ക് സ്വന്തമാക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റണം. ഇനി എങ്ങനെയാണ് പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും ഈശോയെ കണ്ടെത്തിയത്, നഷ്ടപ്പെട്ടു പോയ ഈശോയെ കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ നമുക്കും കണ്ടെത്താനുള്ള ഒരു സാധ്യത എന്നുള്ളത് ഒരു ആലോചനാശീലത്തോടുകൂടെ തിരിച്ചു നടക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മളെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ പൂർവികരുടെയൊക്കെ ഒരു പരാതി എന്നുള്ളത് ഒരു ആലോചനാശീലവും ഇല്ലാത്ത മനുഷ്യരാണ് നമ്മൾ എന്നുള്ളതാണ്. ഒഴുക്കിനൊത്ത് നീന്തുന്ന മനുഷ്യരായിട്ട് നമ്മളിങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ബെല്ലടിക്കണു, ബെല്ലടിച്ചതിനനുസരിച്ച് അത് റുട്ടീൻ ലൈഫ് എന്ന് പറയാം. പക്ഷെ തിരുവചനവും പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും നമ്മളോട് പറയണത്, ഈശോയെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റണം. പരിശുദ്ധ മറിയത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ ഇത്രയും സ്ട്രോങ് ആവാനുള്ള കാരണം എന്താ? ഈശോയെ കണ്ടെത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് പെട്ടെന്ന് തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലല്ല, മറിച്ച് എന്ത് ചെയ്ത അവളിങ്ങനെ ആലോചിച്ച് അവൾ പതുക്കെ ഇങ്ങനെ ജീവിച്ചു തുടങ്ങാം, ആലോചനയോടുകൂടെ തിരിച്ചു നടക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിന്ന് ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ ഈ ഒരു ലഹളയിലൂടെയും ബഹളത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഒരു അല്പം ആലോചന എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമുണ്ട്. അല്പനേരം ഒന്ന് ആലോചിച്ച് ജീവിതത്തെ ഒന്ന് കണ്ടെത്തിയെടുക്കാൻ പറ്റൂ എന്ന് നമുക്ക് നമ്മളോട് ചോദിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഒരു ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥ വായിച്ചത് നമ്മൾ ഓർക്കാം. ബുദ്ധൻ ഒരു ദിവസം ഇങ്ങനെ വല്ലാത്ത ഒരു അങ്കുലിമാൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുക. അങ്കുലിമാൻ വന്ന് ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇവൻ്റെ മുമ്പിൽ ഇങ്ങനെ വാളും പിടിച്ച് നിൽക്കുക ശ്രീബുദ്ധൻ്റെ മുമ്പിൽ. ശ്രീബുദ്ധൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്കുലിമാൻ പറഞ്ഞു, ദേ തന്നെ കൊല്ലാൻ പോവാ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ട്? അവസാനത്തെ ആഗ്രഹം പറഞ്ഞു, ഒരാഗ്രഹമുണ്ട്, ഞാൻ പറയണ ഒരു കാര്യം ചെയ്യൂ അങ്കുലിമാനെ ചോദിക്കുക. പറഞ്ഞു, എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യോ, ആ കാണുന്ന വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് മുറിച്ച് കളയാൻ പറ്റുമെന്ന് ചോദിക്കുക. ഒരാലോചനയില്ലാതെ ഈ അങ്കുലിമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യണത് എന്താ? പെട്ടെന്ന് പോയിട്ട് ഇതാണോ നിസ്സാര കാര്യം എന്ന് പറഞ്ഞിട്ട് ആ മരത്തിൻ്റെ ചില്ല ഇങ്ങനെ വെട്ടിക്കളയുക. അങ്ങനെ വെട്ടിക്കളഞ്ഞു. അതിങ്ങനെ നിലത്ത് വീണ് കിടന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ആർത്തട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന അങ്കുലിമാൻ ചോദിക്കുക, ഇനി എന്തെങ്കിലും ഉണ്ടോ നിനക്ക് അവസാനത്തെ ആഗ്രഹം? ബുദ്ധൻ ഇങ്ങനെ കുറച്ചും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇപ്പം തന്നെ വെട്ടിക്കളഞ്ഞ ആ കൊമ്പില്ലേ, അതുപോലെ ഒന്നും കൂടി വെക്കുമോ? ഇപ്പം തന്നെ വെട്ടിക്കളഞ്ഞ ആ കൊമ്പുണ്ടല്ലോ, അത് ഒന്നും കൂടി ഒന്ന് അവിടെ ആ അതേ അവസ്ഥയോട് കൂടിയിട്ട് വെക്കുമോ ചോദിക്കുക. അപ്പം അങ്കുലിമാൻ പറയാ, അതെങ്ങനെയാ സാധിക്കണേ? അതെങ്ങനെയാ സാധിക്കുക ചോദിക്കുക. അപ്പോൾ ബുദ്ധൻ പറയാ, ആലോചിച്ച് തീരുമാനിക്കാതിരുന്നാൽ ഇതുപോലെയാ സംഭവിക്കുക. ആലോചിച്ച് തീരുമാനിക്കാതിരുന്നാൽ ഈ കാണുന്നതാ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അങ്കുലിമാൻ്റെ ജീവിതത്തിലേക്ക് ശ്രീബുദ്ധൻ ഇങ്ങനെ ഒരു ആലോചനയുടെ ശീലം ഇങ്ങനെ കൊടുക്കുക. ഈ പറയുന്ന അങ്കുലിമാൻ പതുക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ശരിയാണല്ലോ, ഈ കാണുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ എനിക്ക് അറുത്ത് കളയാൻ പറ്റും, പക്ഷേ ഈ പറയുന്ന ചില്ലകൾ വീണ്ടും ഒട്ടിക്കാൻ എനിക്ക് പറ്റില്ല. ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു കാര്യമാണ്, പക്ഷേ ഇദ്ദേഹത്തിന് ജീവൻ കൊടുക്കുക എനിക്ക് പറ്റില്ല. ഒരു ആലോചനശീലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു പുതുമയുള്ളതാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ട് ബുദ്ധ പാരമ്പര്യങ്ങളിൽ ഒരു കഥ വായിച്ചത് ഇങ്ങനെ ഓർക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും ഒക്കെ ജീവിതശൈലി എന്ന് പറയുന്നത് ഇങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങൾ ഒരു മോനെ ഇങ്ങനെ പരിചയപ്പെട്ടത് ഓർക്കുക. അത്രയും ആലോചനയുടെ ലെവലിൽ അവൻ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നീ വിവാഹം കഴിക്കാതിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെ ഇത്രയും പ്രാരാബ്ദങ്ങളാണ്, ജീവിതം കൂട്ടിമുട്ടിക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെടുക, പിന്നെ എങ്ങനെയാ എനിക്ക് ജനിക്കുന്ന മക്കളെയും എൻ്റെ ജീവിത പങ്കാളിനെയും ഒക്കെ പോറ്റാനുള്ള
ഒരല്പം ഒരു ആലോചനാശീലമുള്ളതിൻ്റെ പേരിൽ ആ മോൻ പറഞ്ഞ ഒരു വചനമായിട്ട് മനസ്സിൽ തോന്നുക. ഇത്രയേ ഉള്ളൂ. ആലോചിക്കാതെയും ജീവിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ഒരാലോചനയില്ലാതെ ജീവിക്കുന്നവർക്ക് ഈശോയും ഇല്ല, നാട്ടുകാരും ഇല്ല, വീട്ടുകാരും ഇല്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ അനുഭവത്തിലൂടെ എങ്ങനെ കടന്നു പോകാറുണ്ട്. ഈ ഒരു സുവിശേഷം നമ്മളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും ആലോചിച്ച് തീരുമാനിച്ച് തൻ്റെ മകനെ തേടിപ്പോയതുപോലെ എനിക്ക് വേണം ഒരു ആലോചനാശീലം. ഈശോയെ പ്രതി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആലോചിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റണം. ഇത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം പോലുമൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കണതൊക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? മെഡിറ്റേഷൻ എന്ന് പറയണത് എന്താ? അതിങ്ങനെ നിശബ്ദതയിലിരുന്ന് എൻ്റെ ഈശോയുമായിട്ട് ഞാൻ നടത്തുന്ന ഒരു ആലോചനയാണ്. പരിശുദ്ധ മറിയം ഇങ്ങനെ മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് പോലും, കുരിശിൻ്റെ മുമ്പിൽ നിന്ന് പോലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ആലോചനാശീലം സ്വന്തമാക്കിയതിൻ്റെ പേരിൽ പരിശുദ്ധ മറിയത്തിന് ഈശോയെ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. മരണവിനാഴികയിൽ പോലും ഈശോയുടെ അടുത്ത് പരിശുദ്ധ മറിയം പറയണു, ദേ എൻ്റെ മോനെക്കുറിച്ച് ഞാൻ ദേ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് ഈശോയോ അമ്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. മരണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ പരിശുദ്ധ അമ്മേ സ്ത്രീയെ നിനക്ക് ദേ എൻ്റെ മോനെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് യോഹന്നാനെ കാണിച്ചു കൊടുത്തിട്ട് പറയാതെ ആലോചിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് സംസാരിക്കണ ഈശോയുടെ ചിത്രം നമ്മൾ കാണുക. ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നിസാരമായ നമ്മുടെ ജീവിതത്തെയൊക്കെ കുറച്ചൊന്ന് ക്രമീകരിക്കാനുള്ളൊരു സൂത്രവാക്യമൊക്കെ ആയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഈ വിശ്വാസത്തോടെ തിരിച്ച് നടക്കുക, രണ്ടാമത് ആലോചിച്ച് തിരിച്ച് നടക്കുക എന്നുള്ളത്. ഇതിൻ്റെ മൂന്നാമത്തെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തലം എന്നുള്ളത് അതൊരു കൂട്ടായ്മയോടുകൂടെ തിരിച്ച് നടക്കണം എന്നുള്ളതാണ്. കൂട്ടായ്മയോടുകൂടെ തിരിച്ച് നടക്കുമ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ ഈശോയെ നമുക്ക് കണ്ടെത്തുള്ളൂ. മറ്റുള്ളവരെ എല്ലാവരെയും കണ്ടെത്താൻ വേണമെങ്കിൽ ഒരുപക്ഷെ ഒറ്റയ്ക്ക് നിനക്ക് പോയാൽ നടക്കും. പക്ഷെ ഈശോയെ കണ്ടെത്തണമെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും ആ ഒരു കൂട്ടായ്മയുടെ ചൈതന്യം നമ്മൾ സ്വന്തമാക്കണം. അവർ രണ്ടുപേരും വേണമെങ്കിൽ രണ്ടുപേർക്കും രണ്ട് ദിശയിലൂടെ പോകുമായിരുന്നു. യൗസേപ്പ് പിതാവിനോട് പറയായിരുന്നു, അമ്മമ്മേരിക്ക് പറയായിരുന്നു, ഞാൻ ഈ വഴിയോടെ പോവാം, നിങ്ങൾ ഈ വഴിയോടെ പൊക്കോ. ഇല്ല, അങ്ങനെയല്ല പറയണേ. രണ്ടുപേരും പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഈശോയെ തേടി പോവാം. ഒരു കൂട്ടായ്മയുടെ ഒരു ബന്ധത്തോടു കൂടെ അവർ പോകുമ്പോഴാണ് ഈശോയെ, പ്രവചനങ്ങളുടെ പുണ്യസൂര്യനായ ഈശോയെ അവർ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് നിറമെഴികളോടെ കാണുന്നത്. ഇതൊരു നമുക്ക് നൽകുന്ന ഒരു നല്ലൊരു താക്കീതാണ്. ഇന്നത്തെ ലോകത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നല്ല വാക്കാണ്. തിരിച്ച് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, നമ്മുടെ നെഞ്ചിൽ ഈശോ മിഴി തുറക്കണമെങ്കിലുള്ള ഒരു സാധ്യത എന്നുള്ളത് ഇങ്ങനെ അല്പം ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുമെന്ന് ആലോചിക്കുക. പക്ഷെ ഇപ്പൊക്കെയുള്ള ഒരു വലിയ സങ്കടം, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെയുള്ള ഒരു സങ്കടം എന്നുള്ളത് ഈ കൂട്ടായ്മയെക്കുറിച്ച് തന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് നമ്മുടെ ഇടവകകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കൂട്ടായ്മയില്ലാത്തതിൻ്റെ വലിയ ലോകത്തെ നമ്മൾ കാണുന്നില്ലേ? ഈ ഒരു അടുത്ത മാസം അല്ലെങ്കിൽ ജനുവരി മാസമൊക്കെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളൊക്കെ ഉള്ളതാണ്. കൂട്ടായ്മയിലൂടെ ഇടവക ഒന്നായിട്ട് പോകേണ്ട ഒരു തിരുനാളാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ കാണാറുള്ളത് ഈ അമ്പെഴുന്നള്ളിപ്പ് നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ വളരെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ അതിൽ തോന്നുന്ന ഒരു സങ്കടം എന്നുള്ളത് ഇങ്ങനെയാണ്. ഈ അമ്പ് കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിൽ വെക്കും, എന്നിട്ട് അവിടെ നിന്ന് കുടുംബനാഥയും കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിൽ വെക്കും. അങ്ങനെ ഈശോയുടെ അമ്പും അല്ലെങ്കിൽ ഈ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പൊക്കെ കൊണ്ടുപോകുന്ന ഒരു നല്ല പാരമ്പര്യങ്ങളുണ്ട്. അപ്പം അതിൽ കാണുന്ന ഒരു കാര്യം എന്നുള്ളത് ചില വീട്ടിൽ അമ്പെടുത്ത് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് ആളില്ല. എന്നിട്ട് എന്ത് ചെയ്യണത്? അടുത്ത വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾ വന്ന് ഈ വീട്ടിൽ നിന്ന് അമ്പെടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ ചോദിക്കും, എന്താ ഇങ്ങനെ കാണിക്കണേ? അപ്പോൾ അവർ പറയും, ഈ വീട്ടുകാരും മിണ്ടാറില്ല, ഇവരായിട്ട് മിണ്ടാറില്ല. സ്നേഹമുള്ളവരെ, അങ്ങനെ കൊണ്ടുപോകുന്ന അമ്പ് ഈ ഒരു കൂട്ടായ്മയുടെ ചൈതന്യം ഇല്ലാതെ ഈ വിശുദ്ധന്റെ സെബസ്ത്യാനോസിന്റെ അമ്പ് വേറെ ഏത് വീട്ടിൽ കൊണ്ടുവച്ചാലും സ്നേഹമുള്ളവരെ കൂട്ടായ്മയുടെ ചൈതന്യം ഇല്ലെങ്കിൽ അതിൽ ഈ ഒരു ദൈവിക സ്പർശം കണ്ടെത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു തിരുനാളിൻ്റെ ഈ ഒരു മാസമൊക്കെ, ജനുവരി മാസവും ഫെബ്രുവരി മാസമൊക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കണം, എൻ്റെ വീട്ടിൽ ഈ ഒരു അമ്പ് തിരുനാളിൻ്റെ ചൈതന്യം എന്ന് പറയണമെങ്കിൽ, ഈശോ മിഴി തുറക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ എനിക്ക് വേണ്ട കാര്യം എന്താ? അതിന് വേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ പൊട്ടിയ ബന്ധങ്ങൾ, നശിച്ചുപോയി എന്ന് വിചാരിക്കണ ചില ബന്ധങ്ങളെയൊക്കെ ഒന്നൊരു വിളക്കി ചേർക്കണ ഒരു സംസ്കാരത്തിലൂടെ കടന്നു വരാൻ പറ്റണം. അങ്ങനെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ യൗസേപ്പ് പിതാവിനും ഈശോയെ കണ്ടെത്തിയതുപോലെ നമുക്കും ഈശോയെ കണ്ടെത്തുന്ന, ഈശോയുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിൻ്റെ തലം നമുക്ക് കണ്ടെത്താം. ബില്ലി ഗ്രഹാം പറഞ്ഞ കഥയുടെ വാചകം ഒന്ന് ഓർക്കണത് നല്ലതാണ്. പിതാവിൻ്റെ കൈവിരൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞ്. ഇന്നു മുതൽ ഈ ഒരു വചനധ്യാനം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിന് പഠിപ്പിക്കാൻ പറ്റണം, കൈവിട്ടു പോയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഈശോ, പക്ഷേ ഈശോദേ ഇപ്പോൾ എൻ്റെ കൈത്തുമ്പിലുണ്ട്.
എൻ്റെ വിരൽത്തുമ്പിലുണ്ട്, എൻ്റെ നെഞ്ചിലുണ്ട് എന്ന് പറയാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.